വിലാപങ്ങളുടെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 22-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കുന്നു. ആ വചനം നമുക്ക് ധ്യാനിക്കാം. പ്രൈസ് ദി ലോർഡ്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയയാകുന്നു. ദൈവത്തിന്റെ ദയ ഇല്ലെങ്കിൽ നമ്മൾ മുടിഞ്ഞു പോകുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ഞങ്ങളുടെ ജീവിതം നോക്കുമ്പോൾ ഞങ്ങൾ മുടിഞ്ഞു മുള്ളുവാരിയ അനുഭവത്തിൽ ജീവിച്ചവരാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പിന്നെ ഒരിക്കലും എഴുന്നേൽക്കാൻ സാധിക്കാത്ത വിധത്തിൽ തകർന്ന താളടിയായ ഈ നെടുമങ്ങാട് ദേശത്തിൻ്റെ നടുവിൽ ഒരു മുടിഞ്ഞ അനുഭവത്തിൽ, അല്ലെങ്കിൽ ശപിക്കപ്പെട്ടവരായ അനുഭവത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഞങ്ങളെ ദൈവത്തിൻ്റെ ദയ ഒന്നുകൊണ്ട് മാത്രം ഞങ്ങൾ ഈ ഭൂമിയിൽ അതേ ദേശത്ത് ഉയർത്തപ്പെട്ടവരായി മാനിക്കപ്പെട്ടവരായി ജീവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഇത് നിർമ്മിത കഥകളെ പ്രസ്താവിക്കുന്നതല്ല, ആ മഹിമ കണ്ട സാക്ഷികൾ. പ്രൈസ് ദി ലോർഡ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, നമ്മളെല്ലാം ഒരു നാളിൽ ദൈവത്തെ കണ്ടുമുട്ടാതിരുന്നു എങ്കിൽ നമ്മുടെ സ്ഥിതി എന്താകുമായിരുന്നു? ഈ കൊറോണ കാലഘട്ടത്തിൽ തന്നെ അനവധി ആൾക്കാർ, ലക്ഷക്കണക്കിന് ജനം ഈ ഭൂമി വിട്ടുപോയി, ഈ ദേശം വിട്ടുപോയി. അവർക്ക് പണമില്ലാത്തത് കൊണ്ടല്ല, അവരെ സഹായിക്കാൻ ആളില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് നല്ല വൈദ്യ സഹായം ലഭിക്കാത്തത് കൊണ്ടല്ല, അവരെ കൃത്യമായ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാത്തത് കൊണ്ടല്ല, അവർക്ക് ബന്ധുക്കൾ ഇല്ലാത്തത് കൊണ്ടല്ല, അവരുടെ കുലം ഉന്നത കുലമല്ലാത്തത് കൊണ്ടല്ല. ഈ ലോകത്തിൻ്റെതായ സകല സൗകര്യങ്ങളും സകല ആശ്രയങ്ങളും സകല മാനുഷിക സഹായങ്ങളും സകല സാമ്പത്തികമായ അടിത്തറകളും ഉണ്ടായിരുന്ന പലരും മുടിഞ്ഞുപോയി, തകർന്നുപോയി, ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടപ്പോൾ ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു എങ്കിൽ നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയ ഒന്നുകൊണ്ട് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ദൈവത്തെ ആരാധിക്കണം. ദൈവസന്നിധിയിൽ നമ്മൾ ഭവനത്തിനകത്ത് ഒതുങ്ങിപ്പോകരുത്. ഏതെങ്കിലും ഒരു സാഹചര്യവും ചാൻസും കിട്ടിയാൽ ആരാധനകളെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വീട്ടിനകത്ത് ഇരിക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയമുള്ളവരായി മാറണം. ഇതിന് മഹത്വം കൊടുക്കണം. ഒരു സഹോദരൻ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ ഒരു കോടീശ്വരനായ ഒരു വ്യക്തിയുടെ ഒരു മകൻ ഒരു മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കുകയാണ്. അവൻ്റെ വായിൽ നിന്ന് വരുന്ന സ്തോത്രങ്ങളുടെ കൂട്ടമായ സ്തോത്രങ്ങൾ, ഓരോ വാക്ക് ദൈവത്തിൻ്റെ അഭിഷിക്തം പറയുമ്പോൾ അവന് ഇരിക്കുന്നു, ചാടി എഴുന്നേക്കുന്നു, ഹല്ലേലൂയ പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, കരമടിക്കുന്നു. അവൻ്റെ ശരീരം ദൈവത്തിന് വിട്ടുകൊടുത്തവൻ ദൈവത്തെ ആത്മാവിൽ സന്തോഷിച്ച് ആരാധിക്കുകയാണ്. ഈ ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തൻ ശ്രദ്ധിച്ചവനെ നോക്കിയപ്പോൾ യൗവനക്കാരനായ ഈ പയ്യന് മറ്റുള്ള എല്ലാവരേക്കാൾ ഉപരിയായി ഇത്രത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ അഭിഷിക്തൻ ചിന്തിച്ചു, ഇവന് എന്തോ വലിയ മാരക രോഗം സൗഖ്യമായി മരണത്തിൽ നിന്ന് അങ്ങനെ എഴുന്നേറ്റ് വന്നവനായിരിക്കാം. ഹല്ലേലൂയ. ആരാധന തീർന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, മോനെ, നീ എവിടുന്നാ വന്നത്? എന്തിനാ ഈ ആരാധന തുടങ്ങിയ ആ സമയം മുതൽ അവസാനം വരെയും നീ ഇങ്ങനെ ആരാധിച്ച് സന്തോഷിച്ച് ഒരു കന്നുകുട്ടി തുള്ളിച്ചാടുന്നത് പോലെ ഇങ്ങനെ തുള്ളിച്ചാടി നിന്റെ വായിൽ നിന്ന് ഇങ്ങനെ സ്തോത്രങ്ങൾ ഒഴുകുകയായിരുന്നല്ലോ. ഇത്രത്തോളം നന്ദി ദൈവത്തോട് കാണിക്കാൻ എന്താണ് കാരണം? പ്രൈസ് ദി ലോർഡ്. നീ ഏതെങ്കിലും മാരക രോഗത്തിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ചതാണോ? മരണത്തിൽ നിന്ന് വിടുവിച്ചതാണോ? എന്താണ് നിന്റെ വിഷയം? അവന് പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പിതാവ് ഈ ദേശത്തിലെ നമ്പർ 1 കോടീശ്വരനാണ്. ഞാൻ ജനിച്ചതേ പണക്കാരനാണ്, കോടീശ്വരനായിട്ട് ജനിച്ചവനാണ്. പക്ഷേ എൻ്റെ അപ്പൻ എനിക്ക് ഒരു കാര്യം പറഞ്ഞു തന്നു, മകനെ, ഈ പണം കൊണ്ടോ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് ഇന്നുള്ളതൊന്നും നമ്മളെ രക്ഷിക്കയില്ല. ദൈവത്തിൻ്റെ ദയ നിൻ്റെ കൂടെ ഇല്ലെങ്കിൽ നിൻ്റെ അപ്പൻ്റെ പണത്തിനോ എനിക്കോ എൻ്റെ പണത്തിനോ നിന്നെ രക്ഷിക്കാൻ സാധിക്കയില്ല എന്ന് അപ്പൻ പറഞ്ഞു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ആ യൗവനക്കാരൻ ആ വെളിപ്പാട് അകത്ത് കയറിയപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, ഞാൻ ജീവിക്കുന്നത് എൻ്റെ അപ്പൻ്റെ ബലത്തിലല്ല, എൻ്റെ അപ്പൻ്റെ പണത്തിൻ്റെ ശക്തിയിലല്ല, എൻ്റെ വിദ്യാബഹുത്വത്തിലല്ല, എൻ്റെ ഉന്നത കുടുംബമുണ്ടെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല. എൻ്റെ ദൈവത്തിൻ്റെ ദയ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ എനിക്ക് നിൽക്കാൻ സാധിക്കയില്ലെന്ന ആ വലിയ വെളിപ്പാട് അവൻ്റെ അകത്തുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ദൈവത്തിന്റെ ജനമേ, ഈ ഒരു വെളിപ്പാടാണ് ഈ അന്ത്യകാലത്ത് നമുക്ക് ആവശ്യമുള്ളത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കാരണം ഈ 2021 നിൽക്കുമ്പോൾ കഴിഞ്ഞ 25-26 വർഷങ്ങൾക്ക് മുമ്പ് 1993 ഹല്ലേലൂയ മരിച്ചു മണ്ണടിഞ്ഞു പോകേണ്ട കടഭാരത്തിന്റെ നടുവിൽ, കടബാധിതകളുടെ നടുവിൽ ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും സകലരും കൈവിട്ട് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ വിഷമെടുത്ത് ഫ്രണ്ടിൽ വെച്ച് ഹല്ലേലൂയ അത് കുടിച്ച് മരിക്കാനിരുന്ന ഞങ്ങളോട് ഹല്ലേലൂയ സ്തോത്രം 33 കോടി ഞങ്ങൾ വിശ്വസിച്ച എല്ലാവരും ഞങ്ങളെ കൈവിട്ടപ്പോൾ പ്രൈസ് ദി ലോർഡ് സ്തോത്രം ഹല്ലേലൂയ ദയ തോന്നിയ ഒരു ദൈവം ഞങ്ങളുടെ ഭവനത്തിനകത്ത് ഇറങ്ങി വന്ന് ഞങ്ങളെ തൊട്ടില്ലായിരുന്നെങ്കിൽ, ഞങ്ങളോട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ, ആ ദൈവത്തെ കണ്ടുമുട്ടാതിരുന്നു എങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ നിൽക്കുവാൻ സാധിക്കയില്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ, നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം, ദൈവത്തിന്റെ ദയയാണ് നമ്മൾ ഈ ഭൂമിയിൽ ഇന്ന് ജീവനോട് കൂടി ഇരിക്കുന്നത്. നമ്മുടെ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട കാര്യം നമുക്ക് സമയമായിരിക്കുന്നു. കാരണം നമ്മുടെ ഈ ശരീരം ആരോഗ്യമായിട്ടിരിക്കുന്നു. എത്രയോ പേർ ഇന്ന് ശ്വാസം കിട്ടാതെ വെന്റിലേറ്ററിനകത്ത്, പണമുണ്ടെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും സ്വാധീനങ്ങളുണ്ടെങ്കിലും ആ ശ്വാസം നന്നായിട്ട് കിട്ടാത്തത് കൊണ്ട് അവർ മരണവെപ്രാളപ്പെട്ടു ഇരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമുക്ക് ഈ ആരോഗ്യത്തോടെ നിൽക്കാൻ എനിക്കും നിനക്കും പറ്റുന്നുവെങ്കിൽ ഈ ദൈവത്തിന്റെ ദയയെ നീ മറന്നു പോകരുത്. ദൈവത്തിന് നന്ദി പറയാൻ നീ മറന്നു പോകരുത്. ഈ ദൈവത്തെ മറന്ന് നീ ഓടരുത്. ഏതെങ്കിലും അഭിഷിക്തന്മാർ നിന്റെ ഭവനത്തിനകത്ത് കടന്നു വന്നത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അത് ദൈവത്തിന്റെ ദയയാണ്. ആരെങ്കിലും നിന്നോട് ട്രാക്ട് വിതരണം ചെയ്യുമ്പോൾ ഒരു ട്രാക്ട് നിനക്ക് കിട്ടിയത് അത് ദൈവത്തിന്റെ ദയയാണ്. ഹല്ലേലൂയ. ആരെങ്കിലും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദയയാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഒരു സഭയ്ക്കകത്ത് നീ ചെന്ന് ഇരിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ ദയയാണ്. നീ ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ ദയയാണ്. നിനക്ക് ദൈവം ദാനമായി നൽകിയ തലമുറകൾ നിന്റെ കൂടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ ദയയാണ്. നീ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയയാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ ദയ നമ്മളിൽ നിന്ന് മാറാതിരിക്കേണ്ടതിന് ദൈവം ദിനം പ്രതി നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുകൊത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഈ കാലഘട്ടം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദേശങ്ങൾ അനവധി, ഇനി ഇതാ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ അതിഭയങ്കരമായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഇതാ വരാൻ പോവുകയാണ്. ഇതുവരെ വന്നതല്ല, ഇതുവരെ കണ്ടതല്ല, ഇതൊന്നും മാറും എന്ന് എപ്പോൾ മാറും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ശാസ്ത്രജ്ഞന്മാരും ഓരോ ദിവസവും നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതും ശാസ്ത്ര ലോകം അല്ലെ നാസ പോലെയുള്ള അവിടെ നിന്നൊക്കെയുള്ള അറിയിപ്പുകൾ വരുന്നത് വരാൻ പോകുന്ന സമയങ്ങളിൽ കാലവർഷ കെടുതികൾ വരാൻ പോകുന്നു, ഭയങ്കരമായ പ്രളയം വരാൻ പോകുന്നുവെന്നും അങ്ങനെ തുടങ്ങിയ അനവധി പ്രകൃതി ക്ഷോഭങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് ഭൂമി 10-20 വർഷമെന്നോ 40 വർഷമെന്നൊക്കെ പറഞ്ഞ് കണക്കുകളുമായി ശാസ്ത്രലോകം നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നിൽക്കുന്ന ഈ സാഹചര്യം പോലും എന്ത് അടുത്ത നാളിൽ സംഭവിക്കും, എത്ര നാൾ ഇത് മുന്നോട്ട് പോകും നമുക്കറിയത്തില്ല. ഇവിടെയുള്ള ഗവൺമെന്റിന് ഇത് അറിയത്തില്ല. എത്രത്തോളം ഈ കൊറോണ മുന്നോട്ട് പോകുന്ന ആർക്കും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ ആശ്രയിക്കേണ്ടത് ദൈവത്തിന്റെ ദയയിലാണ്. ഈ ദൈവത്തിന്റെ ദയ നിന്നോടും നിന്റെ കുടുംബത്തിന്റെ കൂടെയും നിന്റെ തലമുറകളുടെ കൂടെയും ഉണ്ടാകേണ്ടതിന്, അതില്ല എങ്കിൽ നമ്മൾ മുടിഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രം. ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ നമ്മൾ കൂടുതൽ അടുക്കേണ്ട സമയമായിരിക്കുന്നു. പ്രാർത്ഥന വർദ്ധിക്കേണ്ട സമയമായിരിക്കുന്നു. ഉപവസിക്കേണ്ട സമയമായിരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവവചനവുമായി രാവകൽ ഇരിക്കേണ്ട സമയമായിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി, വിശ്വാസത്തിന് നിലനിൽക്കേണ്ടതിന് നമ്മൾ അതിനുവേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ കൂടുതൽ അടുക്കേണ്ട സമയം നമുക്കായിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഏത് മനുഷ്യനും ഏത് സമയത്തും എന്തും വരാം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമ്മുടെ സ്ഥിതികൾ നമുക്ക് എപ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയില്ല. അന്ന് ആർക്കും ഒരു മനുഷ്യനും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. ഒരേ ഒരു വ്യക്തിക്ക് അത് ദൈവത്തിൻ്റെ ദയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹല്ലേലൂയ ഇന്ന് ഈ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് ഒരു മോചനം സംഭവിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതിനായി ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. അടുത്ത വചനം നമുക്ക് വായിക്കാം. സങ്കീർത്തന പുസ്തകം 119 അധ്യായം അതിൻ്റെ 92 വാക്യം വായിച്ചാട്ടെ. നിന്റെ ന്യായപ്രമാണം എന്റെ പ്രമോദം ആയിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലെ ഈ കഷ്ടതയിൽ നശിച്ചു പോകേണ്ട സമയം കഴിഞ്ഞു. പ്രൈസ്. ഒന്നാമത് ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദൈവത്തിന്റെ ദയയാണ് ഈ ഭൂമിയിൽ നീ നിലനിൽക്കുന്നതിന് കാരണം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം.
അത് മറന്നു പോകരുതെന്ന് പറയുമ്പോൾ അടുത്ത് പറയുകയാണ് ഹല്ലേലൂയ, രണ്ടാമത് നിന്റെ ജീവിതത്തിൽ ഇന്നും ഞാനും നീയും നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം ഹല്ലേലൂയ ഈ ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം എന്ന് പറയുന്ന ബൈബിളും കൊണ്ട് നടത്തിയിട്ട് കാര്യമില്ല. പലപ്പോഴും പലരും ബൈബിൾ എടുത്ത് തലയിണയുടെ കീഴിൽ വെച്ച് കിടന്നുറങ്ങുന്നു. ഭയം വരാതെ നല്ല ഉറക്കം കിട്ടാൻ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിനകത്ത് ബൈബിൾ കൊണ്ടു നടക്കുന്നവരുണ്ട്. വാഹനം പിന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടാകാതിരിക്കാൻ പ്രൈസ് ലോർഡ് വെറുതെ ബൈബിൾ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുന്നവരുണ്ട്. പ്രൈസ് ലോർഡ്. എന്നാൽ ആ ദൈവത്തിൻ്റെ വചനം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന ദൈവവചനം പറയുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ള വ്യക്തികൾ ആറ്റരകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. ഈ ദൈവത്തിൻ്റെ വചനത്തിൽ പ്രമോദിക്കുന്നവൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ബൈബിളും കൊണ്ട് നടക്കുന്നവരെ അല്ല വചനം പറയുന്നത്. ദൈവവചനത്തെ ഒരു പ്രണയ ലേഖനം പോലെ കാണുന്നവർ വ്യക്തികൾ. ആ ദൈവവചനം ആവശ്യങ്ങൾക്ക് വേണ്ടി പറയുന്നവനെ അല്ല. ദൈവവചനം പറയുകയാണ്, നിന്റെ നെറ്റിമേൽ അത് എഴുതുക, നിന്റെ ഹൃദയത്തിൽ എഴുതുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അത് രാപകൽ ധ്യാനിക്കുക. ഏതെങ്കിലും ഒരു വിഷയമോ ആവശ്യങ്ങളോ വരുമ്പോൾ ഓടിച്ചെന്ന് ബൈബിള് തുറന്ന് കിട്ടുന്ന ഒരു ഭാഗം തുറന്ന് വായിക്കുന്നതല്ല. പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പെട്ടെന്ന് ഇതുപോലെ എടുത്തു നോക്കുന്നവൻ ഒരിക്കൽ എടുത്തു നോക്കിയപ്പോൾ നീ വേഗത്തിൽ ചെന്ന് കെട്ടി തൂങ്ങി ചാകുക എന്നങ്ങ് വചനം കിട്ടി. അവൻ നേരെ ചെന്ന് ചത്തു. പ്രൈസ് ലോർഡ്. അങ്ങനെ വായിക്കുന്നവരെ അല്ല പറയുന്നത്. പ്രൈസ് ലോർഡ്. ഈ വചനത്തിൽ നീ പ്രമോദിക്കണം. ഒരു പശുവിനെ നമ്മൾ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് ചെന്ന് ആ പുൽപ്പറമ്പിൽ ചെന്ന് പുൽമേടിൽ ചെന്ന് പുല്ല് കഴിച്ചതിന് ശേഷം മടങ്ങി വന്ന് അത് ഒരു സൈഡിലോട്ട് അങ്ങ് ചാഞ്ഞു കിടന്ന് അതിങ്ങനെ അയവിറക്കുന്നത് കാണാം. പ്രൈസ് ലോർഡ്. കഴിച്ചത് തന്നെ വീണ്ടും അതിനെ വായിലോട്ട് കൊണ്ടുവന്ന് അതിനെ അയവിറക്കുന്ന ഒരു ജീവി. പ്രൈസ് ലോർഡ്. സ്തോത്രം. എന്നതുപോലെ ദൈവവചനം എടുത്ത് വായിച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലിങ്ങിന് വേണ്ടി ഒരു സഹോദരി പല വിഷയങ്ങൾ വീട്ടിനകത്ത് ഭവനത്തിനകത്ത് ഭയങ്കരമായ പ്രശ്നം, ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര വിഷയങ്ങൾ. അങ്ങനെ ആയപ്പോൾ ആ സഹോദരി കൗൺസിലിങ്ങിന് വേണ്ടി ഒരു സ്ഥലത്ത് പോയി. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ എത്രത്തോളം ബൈബിൾ വായിക്കും? അവർ പറഞ്ഞു, രാപകൽ വചനം വായിക്കും. ഈ രാപകൽ വചനം വായിച്ചിട്ട് എന്താ പ്രശ്നം? വിഷയത്തിന് വിടുതലില്ലാത്തത്, പ്രശ്നം മാറാത്തത് എന്താണ്? പ്രൈസ് ലോർഡ്. ആ വചനം നിങ്ങൾ വായിക്കുന്നു. നമ്മൾ പലരും ബൈബിൾ വായിക്കുന്നവരാണ്. ബൈബിൾ വായിക്കാത്തവരാരും ഇല്ല. പ്രൈസ് ലോർഡ്. പക്ഷേ അത് വായിച്ച് ഒരു കഥാപുസ്തകം വായിക്കുന്നത് പോലെ വായിച്ചു വിടുന്നവരുണ്ട്. പ്രൈസ് ലോർഡ്. അത് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഒരു അധ്യായം വായിച്ചിട്ട് എവിടെയെങ്കിലും ഇറങ്ങി പോകണം. അതൊരു അഡിക്ഷനായി തീർന്നവരുണ്ട്. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തി എല്ലാ ദിവസവും അങ്ങ് ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. പക്ഷെ ജീവിതത്തിൽ അത് പ്രാബല്യത്തിൽ വരുന്നില്ല. സദൃശ്യവാക്യം വായിക്കുന്നു, സങ്കീർത്തനം വായിക്കുന്നു, അല്ലെങ്കിൽ പുതിയ നിയമം വായിക്കുന്നു, പഴയ നിയമം എടുത്ത് വായിക്കുന്നു. ആ വായിക്കുന്ന വചനം പറയുകയാണ്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു എന്നൊരു വചനം നമ്മൾ രാവിലെ എടുത്ത് വായിക്കുകയാണ്. വായിച്ചിട്ട് വെളിയിൽ ഇറങ്ങുമ്പോഴാണ് ഒരു വ്യക്തി വന്ന് പറയുന്നത്, നിന്റെ ഭവനത്തിൽ നിന്റെ ജീവിതത്തിൽ ഒരു ബന്ധനമുണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു മന്ത്രവാദം ചെയ്ത് ആരോ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ അടുത്തുള്ള വ്യക്തികൾ നിന്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നൊരു മുട്ട മന്ത്രവാദം ചെയ്ത് വെച്ചിരിക്കുന്നെന്ന് കേട്ട ഉടനെ പരിഭ്രാന്തരായി ഓടി അടുത്ത വീട്ടുകാരോട്ട് ബഹളം ഉണ്ടാക്കി, വെട്ടും കുത്തും പ്രശ്നങ്ങളും ഉണ്ടാക്കി. ഹല്ലേലൂയ. 21 ദിവസം ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി അലറി വിളിച്ച് പേടിച്ച്, ഭൂതമുണ്ട് പിശാചുണ്ടെന്ന് കേട്ട് പേടിച്ച്. അപ്പോൾ ഈ വചനം രാവിലെ വായിച്ചത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം, ഇവയൊന്നും നിങ്ങൾക്കൊരു ദോഷവും ചെയ്യുകയില്ലെന്ന വചനം വായിച്ച വ്യക്തിയാണ് വെളിയിലിറങ്ങുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പൈശാചികമായ മേഖലയെക്കുറിച്ച് പറഞ്ഞാൽ ഉടനെ പേടിച്ച് ഭയന്ന് നിലവിളിക്കുന്നത്. അപ്പോൾ വചനം വായിച്ചിട്ട് കാര്യമുണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവവചനം വായിച്ചതിലല്ല കാര്യം, വായിക്കുന്നതിലല്ല. നമ്മളെല്ലാവരും വായിക്കുന്നവരാണ്. പക്ഷേ വിശ്വാസം, ജീവിതമില്ലാത്ത അല്ലെങ്കിൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്ത വിശ്വാസം എന്ന് പറയും. അതുപോലെ വായിക്കുന്ന വചനം അത് ഫലപ്രദമായി നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യാൻ തുടങ്ങുമ്പോൾ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ വചനം വായിച്ചു, പക്ഷേ ഏത് വചനം വായിച്ചു? പ്രൈസ് ദി ലോർഡ്. ആ വചനത്തിൽ എഴുതിയിരുന്ന കാര്യത്തിൽ ഇത്രത്തോളം അത് ഒരു പുതിയ തീരുമാനമായി നമ്മുടെ ജീവിതത്തിൽ വന്നു. അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു, കടഭാരം വരികയാണ്, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്, ഒരു ദാരിദ്ര്യത്തിൻ്റെ അനുഭവത്തിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോഴാണ് രാവിലെ നമ്മൾ ഒരു വചനം വായിക്കുകയാണ്.
പ്രൈസ് ദി ലോർഡ്. നിന്റെ ബുദ്ധിമുട്ടുകളൊക്കെയും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം തീർത്ത് തരും. ഈ വചനം വായിച്ചതിന് ശേഷവും നമ്മൾ ഇല്ല 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 ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണെന്ന് പറഞ്ഞ് അനേകരെ വിളിച്ച് എൻ്റെ ആകപ്പാടെ തകർന്നിരിക്കുകയാണ്, ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്. അപ്പോൾ അവർ ചോദിക്കും വചനമൊക്കെ വായിക്കാറുണ്ട്, പ്രാർത്ഥന വചനം വായനയും പ്രാർത്ഥനയൊക്കെ ഉണ്ട്, പക്ഷേ അതിലൊന്നും എനിക്ക് അങ്ങോട്ടൊരു വിടുതൽ കിട്ടുന്നില്ല. എന്താ വിടുതൽ കിട്ടാത്തത്? രാവിലെ വചനം നമുക്ക് തന്നു, നിന്റെ ബുദ്ധിമുട്ടുകളൊക്കെയും ആ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം തീർത്ത് തരും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും വചനം നമ്മളെടുത്ത് വാപ്പോൾ അവിടെയും കണ്ടു, ദരിദ്രനായി യേശു ക്രിസ്തു ഭൂമിയിൽ വന്നതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് നിന്നെ ഞാൻ സമ്പന്നനാക്കിയിരിക്കുന്നു. ഈ വചനം ദൈവമാണ് തന്നത്. പക്ഷേ ആ വചനം വായിച്ചത് മാത്രം ഓർമ്മ. പിന്നീട് നമ്മുടെ അന്നത്തെ ദിവസം മുഴുവനും കടഭാരത്തെക്കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിച്ച് നമ്മൾ നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ നിന്നെ പുതിയ സൃഷ്ടിയാക്കിയിരിക്കുന്നു. നിന്റെ പഴയ മനുഷ്യൻ മരിച്ചുപോയി, പഴയത് കഴിഞ്ഞു പോയി, ഞാൻ നിന്നെ പുതിയതാക്കി തീർത്തിരിക്കുന്നു. പക്ഷേ നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ പണ്ടത്തെ കാര്യങ്ങൾ, ഇന്നലത്തെ കാര്യങ്ങൾ, ഇന്നാളത്തെ കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വിഷയത്തിൻ്റെ പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം എടുത്ത് ദൂരെ കളഞ്ഞത്, ദൈവം ക്ഷമിച്ചത്, ദൈവം പുറത്തത്, നാറ്റം പിടിച്ച് മുടിഞ്ഞു കിടന്ന നിന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് പുറത്തു കൊണ്ടുവന്നു. നാറ്റം വച്ച് കിടക്കുന്നിടത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്നു. യേശുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചു. പഴയ പാപങ്ങൾ, പഴയ അനുഭവങ്ങളിൽ നിന്ന് ദൈവം നിന്നെ പുതിയതാക്കി. സ്നാനപ്പെട്ട നിന്നെ പുതിയ വസ്ത്രം ധരിപ്പിച്ചു. നഷ്ടപ്പെട്ട നിന്റെ ആത്മാവിനെ മടക്കി തന്നു. നിന്നെ നീതീകരിച്ചു, നിന്നെ വിശുദ്ധീകരിച്ചു, നിന്നെ ശുദ്ധീകരിച്ചു. പക്ഷേ നമ്മളുടെ ഹൃദയം കൊണ്ട് നമ്മളിപ്പോഴും പഴയ അവസ്ഥയിൽ കിടക്കുകയാണ്. നമ്മൾ പഴയ നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടോ, ആരെല്ലാം ഓരോ വാക്ക് പറഞ്ഞ് നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടോ, അതൊരു പകയായി കിടക്കുന്നു, അതൊരു മുറിവായി കിടക്കുന്നു. അപ്പൻ പറഞ്ഞത്, അമ്മ പറഞ്ഞത്, സഹോദരങ്ങൾ പറഞ്ഞത്, ഭർത്താവ് പറഞ്ഞത്, ഭാര്യ പറഞ്ഞത്, വർഷങ്ങൾ. ഒരു സഹോദരി ഒരിക്കൽ പ്രകാരം പറഞ്ഞു, 25 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വിവാഹം കഴിച്ചെൻ്റെ ഭർത്താവ്, ഹല്ലേലൂയ, ഒരിക്കൽ തലവേദന വന്നപ്പോൾ, വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ഒരു യാത്ര പോയപ്പോൾ തലവേദന വന്നപ്പോൾ ഒരു ബാം ചോദിച്ചപ്പോൾ അദ്ദേഹം ബാമിന് പകരം ആപ്പിൾ വാങ്ങിച്ചുകൊണ്ട് തന്നു. അന്ന് മുതൽ ഭർത്താവിനോട് വിരോധം വെച്ചുകൊണ്ട് 25 വർഷമായി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പുതിയ സൃഷ്ടിയാണെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഛർദ്ദിച്ചതിനെ തിരിഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവവചനം വായിക്കുന്നതിലല്ല കാര്യം, നമ്മളുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി അത് വെളിപ്പെട്ട് വരുന്നത്. ആ ദൈവവചനത്തിൽ രാവുകൾ പ്രമോദിക്കുക എന്ന് പറഞ്ഞാൽ വചനം വായിച്ച് വിട്ടിട്ട് പോകുന്നതല്ല, അത് നമ്മുടെ ലൈഫിലെ പ്രതിസന്ധികളിൽ, കടഭാരങ്ങളുടെ നടുവിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പലരും പക വെച്ച് പുലർത്തുന്നവരാണ്. എത്രയോ വർഷം നാളുകൾക്ക് മുമ്പ് ഭാഷന്മാരോടുള്ള വിരോധവും വൈരാഗ്യവും മനസ്സിൽ ഇട്ട് അത് ഒരു ദിവസം ഛർദ്ദിക്കും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ശാപം പിടിച്ചുകൊണ്ട് പോകും ആൾക്കാർ. കാരണം അത് ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. നമ്മൾ ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത്. ഹൃദയത്തിനകത്ത് നമ്മളിട്ട് താലോലിച്ച് പകയായി, വിരോധമായി, വൈരാഗ്യമായി ഇങ്ങനെ ആ വ്യക്തിയെ കാണുമ്പോൾ ചിരിക്കുമെങ്കിലും കൈ കൊടുക്കുമെങ്കിലും ആ പക, ആ വിരോധം, ആ വൈരാഗ്യം, ആ വെറുപ്പ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തിളച്ച് പൊങ്ങി കിടക്കുമ്പോൾ അത് ആ മനുഷ്യനല്ല പ്രശ്നം, നമ്മുടെ ലൈഫിലെ അനുഗ്രഹത്തിന് അത് തടസ്സമാണ്, നമ്മുടെ ഉയർച്ചയ്ക്ക് അത് തടസ്സമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണ് പലരുടെയും ലൈഫിൽ ഇത് ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കും. അല്ലെങ്കിൽ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഈ പ്രശ്നം, സ്പർദ്ധ, വൈരാഗ്യം, പക, ഇത് ഒരു പുതിയ സൃഷ്ടിയാണെന്ന് ദൈവജനം നമ്മളെക്കുറിച്ച് പറയുമ്പോഴും, ആ വചനങ്ങൾ നമ്മൾ കേട്ട് കൈയടിക്കുമ്പോഴും, അന്യഭാഷ പറയുമ്പോഴും, ചാടുമ്പോഴും, തുള്ളുമ്പോഴും, വാഗ്ദത്തങ്ങളും ദൂതുകളും ഒക്കെ നമ്മൾ കേൾക്കുമ്പോഴും ഈ പക, ഈ പ്രശ്നങ്ങൾ, ഈ വൈരാഗ്യ മനോഭാവങ്ങൾ, അവ വ്യക്തി ശരിയല്ല, ഈ വ്യക്തി ശരിയല്ല, ഈ സഹോദരൻ എനിക്ക് കൈ തന്നില്ല, ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പോലെ നമ്മളിങ്ങനെ കൊണ്ട് നടക്കുമ്പോഴും നമ്മൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ വായിക്കുന്നതിൽ കുറവില്ല, അഗ്നിപർവ്വതകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ വായിക്കുന്നുണ്ട്, ദൂത് കേൾക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, പക്ഷേ സ്ഥിതിക്ക് മാറ്റം വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വിടുതലില്ല, അനുഗ്രഹങ്ങളില്ല, ഉയർച്ചയില്ല. പ്രൈസ് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരങ്ങളിൽ, ഉന്നതങ്ങളിൽ ആ ദൈവാത്മാവ് നമ്മളെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോഴും പുറത്തേക്ക് വരുവാൻ പറ്റുന്നില്ല. അഭിഷേകത്തിന് കുറവില്ല, പക്ഷെ പുറത്ത് വരുവാൻ സാധിക്കുന്നില്ല, പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല. പ്രൈസ് ദി. കാരണം ഇതൊരു ഹീലിംഗായി, ഈ വചനം ഒരു സൗഖ്യമായി നമ്മുടെ ഹൃദയങ്ങളിൽ ഇതുവരെ വന്നിട്ടില്ല.
ഇത് വായിച്ചു വിടുന്നതേ ഉള്ളൂ. ആ ദൈവവചനം ഒരു ജീവനായി അതിലിങ്ങനെ ചാടി പിടിച്ച് അതൊരു തേൻ പോലെ, ഒരു മധുരമാണ് ദൈവവചനം. ആ ദൈവവചനം ഒരു തേന് പോലെ ആണ്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ രുചിക്കുക മാത്രമല്ല, അത് ടേസ്റ്റ് ചെയ്യുക മാത്രമല്ല, അതൊരു ജീവനാണ്. വചനം പറയുന്നു, നിന്റെ സന്ധി മജ്ജകളെ വേർപെടുന്നതാണ് വചനം. അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ബ്ലഡിനകത്തും DNA-ക്കകത്തും അവന്റെ ജീനിനകത്തും എല്ലാത്തിലും വ്യാപരിക്കുന്ന സകല അകൃത്യങ്ങളും അതിക്രമങ്ങളും ലംഘനങ്ങളും പാപങ്ങളും സകല പഴയ എല്ലാത്തിനെയും അതിനെ എടുത്തു മാറ്റുന്ന ഒരു പുതിയ സൃഷ്ടിയാക്കുന്നതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് മാറ്റം സംഭവിക്കുന്നില്ല? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറയുകയായിരുന്നു, പല സഹോദരങ്ങൾ ഇവിടെ യൗവനക്കാരുണ്ട്, അവരൊക്കെ ആദ്യ സ്നേഹം എല്ലാവരും ഭയങ്കര പാട്ടും പ്രാർത്ഥനയും ആര്യ അന്യഭാഷ ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു. പക്ഷേ പലരും പഴയ അനുഭവങ്ങളിൽ നിന്നും പതുക്കെ പുറകോട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. ആ രാവിലെ ഒരു 5 മണി തൊട്ട് 1 മണിക്കൂറുള്ള ഒരു പ്രാർത്ഥനയിൽ, അന്യഭാഷ പറഞ്ഞൊരു പ്രാർത്ഥനയിൽ ലിങ്ക് അയച്ചു കൊടുത്തപ്പോൾ പലരും അതേ സമയം 5 മണിക്കും 6 മണിക്കകത്തൊക്കെ എഴുന്നേറ്റവരുണ്ട്, ഓൺലൈനിൽ കണ്ടവരുണ്ട്. പക്ഷേ ഇതിനകത്ത് കയറുന്നുമില്ല, പ്രാർത്ഥിക്കുന്നില്ല. കാരണം എന്താ? വചനം അകത്തില്ല. മരിച്ചിട്ട് ഒരുപാട് നാളായി, ആത്മാവ് മരിച്ചിട്ട് മരിച്ചു കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചോദിക്കും, എന്താ നിങ്ങൾ പിന്നെ ആ ചെറിയൊരു പ്രാർത്ഥനയ്ക്ക് കയറാത്തതെന്ന് ചോദിച്ചപ്പോൾ ഒരു 3 മണി വരെ 2 മണി വരെ 1 മണി വരെയും ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തും ഇതെല്ലാം കണ്ട് അവർ കിടക്കുന്നതേ 3 മണിക്കാണ്. പിന്നെ എങ്ങനെ 5 മണിക്ക് എഴുന്നേക്കും? പ്രൈസ് ദി ലോർഡ്. കണ്ടാൽ പോലും എഴുന്നേക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് കുറ്റബോധമൊന്നുമില്ല, അതിനെക്കുറിച്ചൊരു ഭാരവും ഇല്ല, കാരണം മരവിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ പറയണം, അത് മനുഷ്യരെ കാണിക്കാനാണ്. ഈ ചെയ്യുന്നവരൊക്കെ മനുഷ്യരെ കാണിക്കാനാണ്. പക്ഷേ ഞങ്ങൾക്ക് മനുഷ്യരെയൊന്നും കാണിക്കേണ്ട, നിങ്ങൾ മനുഷ്യരെ കാണിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആര് പറഞ്ഞു മനുഷ്യരെ കാണിക്കാനാണെന്ന്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൈവമാണെല്ലാം അറിയുന്നത്, കാണുന്നത്. 3 മണി വരെ 2 മണി വരെ 1 മണി വരെയൊക്കെ ഫേസ്ബുക്കിനകത്തിരിക്കുന്ന ഒരു പ്രശ്നമല്ല. പക്ഷെ ചെയ്യുന്നവനെ കുറ്റം പറയുക. ഹല്ലേലൂയ. അവർ മനുഷ്യനെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് പറയുക. അപ്പം നമ്മൾ ഈ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത്, മറ്റുള്ളവരെ കുറ്റാരോപണം, അവർ കാരണം എനിക്ക് വളരാൻ പറ്റുന്നില്ല, അവർ കാരണം എനിക്ക് വരാൻ പറ്റുന്നില്ല, അവർ കൃത്യമായിട്ട് അത് ചെയ്തില്ല, അവരിത് ചെയ്തില്ല. പ്രൈസ്. മറ്റുള്ളവരെ നമ്മൾ കുറ്റാരോപണങ്ങൾ പറയുകയാണ്. പ്രൈസില്ല. കാരണം വചനം അകത്തില്ല, ദൈവവചനം അകത്ത് പരിവർത്തിക്കുന്നില്ല. പ്രൈസിലോ. ദൈവവചനത്തിൽ പ്രമോദിക്കുന്നവന് മാത്രമേ അതിരാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ്. നമ്മൾ പ്രമോദിപ്പിക്കുന്നതും നമ്മളെ സന്തോഷിപ്പിക്കുന്നത് ഇപ്പോൾ വചനമല്ല. നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട്. ഹല്ലേലൂയ. അതിനകത്ത് ഒരുപാട് ആപ്പുകളുണ്ട്. ഈ ആപ്പുകളെല്ലാം എടുത്ത് അവസാനം ആപ്പിനകത്തായിരിക്കുകയാണ് എല്ലാവരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ അത് അവൻ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ടതും കേട്ടതും വായിച്ചതും എല്ലാം അയവിറക്കിക്കൊണ്ട്, പക്ഷേ വചനം അയവിറക്കുന്നില്ല, വചനത്തിൽ പ്രമോദിക്കുന്നില്ല, വചനത്തിൽ സന്തോഷിക്കുന്നില്ല. എപ്പോഴാണ് ഈ വചനം നമ്മളെ സന്തോഷിപ്പിക്കുന്നത്, വചനം നമ്മളിൽ ജീവനായി വ്യാപരിക്കുന്നത്, ഈ ദൈവവചനം നമ്മുടെ അകത്ത് പരിവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റുന്നത്, പൊറുക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ. ഒരു ദൈവദാസൻ ഇപ്രകാരം പറയാനിടയായി. ഹല്ലേലൂയ. അദ്ദേഹത്തിന് ഭയങ്കര വിരോധം ഒരു വ്യക്തിയോട്, ഒരു ദൈവദാസനോട്, മറ്റൊരു ദൈവദാസനോട് ഈ അഭിഷിക്തന് ഭയങ്കര പ്രതികാര മനോഭാവം ഉണ്ടായിരുന്നു, വൈരാഗ്യമുണ്ടായിരുന്നു. എന്തൊക്കെയോ പിന്നെ കുറ്റങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് ആ ദൈവദാസൻ പറഞ്ഞതായിട്ട് അറിഞ്ഞത് അന്ന് മുതൽ ഈ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര പ്രഷറാണ്. പുള്ളിയെ കാണുമ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല, ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. കുറ്റബോധമല്ല, വെറുപ്പ്, ഉള്ളിൽ വെറുപ്പ്. കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം എന്ന് പറയുക. ഹല്ലേലൂയ. ദൈവാത്മാവ് ഒരിക്കൽ അദ്ദേഹത്തിനോട് പറഞ്ഞു, മറ്റൊരു അഭിഷിക്തനെ വിളിച്ചിട്ട് ഈ വിഷയത്തിൽ നിന്ന് പുറത്തു വരാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഈ ഹൃദയത്തിനകത്ത് ആ അഭിഷിക്തനോട് വിരോധവും വൈരാഗ്യവും പകയും വെറുപ്പും വെച്ചിരിക്കുന്ന ഈ സഹോദരൻ തക്കം കിട്ടുമ്പോൾ ആ വ്യക്തിക്ക് ഒരു പണി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു പ്രവാചകൻ വന്ന് ഇപ്രകാരം പറഞ്ഞു, മകനെ, നിന്റെ ഉള്ളിൽ പക, വിരോധം, വൈരാഗ്യം ഇതെല്ലാം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പറഞ്ഞു, പക്ഷേ ഞാൻ ഒരു തെറ്റും ചെയ്തില്ല, എന്നിട്ടും ആ വ്യക്തി ഇന്നതൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പരുന്ന് നിനക്ക് പറഞ്ഞു തരാം. എന്താണെന്നറിയാമോ? നിന്നെ മനഃപൂർവ്വമായി സംസാരിച്ചോ പ്രസംഗത്തിലൂടെയോ വേദനിപ്പിച്ച ആ ദൈവദാസൻ വരുമ്പോൾ ദൈവദാസന് നീ എത്രത്തോളം നന്മ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ആ പാസ്റ്റർ ഡൽഹിയിൽ വെച്ചാണ്ട് ഡൽഹിയിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം വന്നതും ഈ സഹോദരൻ അദ്ദേഹം പോകുന്ന ദിവസം വരെ എന്തെല്ലാം നന്മകൾ തന്നെ വാക്കുകൊണ്ട് വേദനിപ്പിച്ച് മുറിവേൽപ്പിച്ച ഈ അഭിഷിക്തനെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അങ്ങ് ചെയ്തു. ഹല്ലേലൂയ. സ്തോത്രം.
ആ അഭിഷിക്തം പോകാൻ ദിവസം ഈ ദൈവദാസൻ, എൻ്റെ ഒരു ഫ്രണ്ടാണ്, അദ്ദേഹത്തിൻ്റെ തലയെ കൈവച്ചിട്ട് പറഞ്ഞു, യു ആർ പെർഫെക്റ്റ്, പ്രൈസ്, യു ആർ റൈറ്റ്, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, നീയാണ് ശരി, നീ എടുത്ത തീരുമാനമാണ് ശരി, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് 1-2 വാക്കുകൾ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കൈവച്ചു. പറയട്ടെ, അത്ഭുതം എന്ന് പറയട്ടെ. ഹല്ലേലൂയ. ആ വർഷം ആ സഹോദരൻ 37 പ്രാവശ്യം ഫ്ലൈറ്റ് യാത്രകൾ പല രാജ്യങ്ങളിൽ, 1 രൂപ തൻ്റെ കയ്യിൽ നിന്ന് ചെലവാക്കാതെ പല രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലോട്ട് ഫ്ലൈറ്റ് ടു ഫ്ലൈറ്റ് സഞ്ചരിക്കുന്ന നിലവാരങ്ങളിൽ ഇരുന്നെഴുന്നേൽക്കുന്നത് പോലെ ഉയർത്തെഴുന്നേൽപ്പുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ പലപ്പോഴും ആ ബ്ലെസ്സിങ് ഉണ്ടാവാത്തതിന് കാരണം നമ്മുടെ കൂടെയുള്ള പെറുപെറുപ്പും നമ്മുടെ പരാതി പറച്ചിലും നമ്മൾ സ്വയം ന്യായീകരിച്ചും നീതീകരിച്ചും നമ്മൾ മറ്റുള്ളവരുടെ പിന്നെ വെറുപ്പും വൈരാഗ്യങ്ങളും ഹൃദയത്തിനകത്ത് അഗ്നിപർവ്വതം പോലെ കൊണ്ട് നടന്നിട്ട് അതിനെ പൊട്ടിത്തെറിച്ച് ശാപം എരന്ന് വാങ്ങുന്നവരായി മാറുന്നതിന് കാരണം വേദപുസ്തകം കയ്യിലുണ്ട്. ബൈബിളിനകത്ത് നമുക്ക് ദൈവവചനം എല്ലാത്തിനും, ഈ വചനത്തിനകത്ത് സകലത്തിനും മറുപടി ഉണ്ട്, സൊല്യൂഷൻ ഉണ്ട്. ഈ സൊല്യൂഷൻ കയ്യിലുണ്ട്. ദൈവത്തിന്റെ വചനം, ക്രിസ്തുവിനെ മാത്രം നീ നോക്കിയാൽ മതി. നിന്നെ നടത്തുന്ന യേശു ക്രിസ്തുവിനെന്ന് നോക്കുമ്പോൾ ക്രൂശിൽ ആ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയ മാർഗമാണ് ക്ഷമ. കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുന്ന ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്ത് പോലും കർത്താവ് പറയുന്ന ഏറ്റവും വലിയ മർമ്മമാണ്, പ്രൈസ് ദി ലോർഡ്, നിന്റെ കടങ്ങളെ നിന്റെ കടങ്ങൾ ക്ഷമിക്കണമെങ്കിൽ നിന്റെ കടക്കാരോട് നീ ക്ഷമിക്കുമ്പോൾ നിന്റെ കടങ്ങളെ ദൈവം ക്ഷമിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ വാക്കാണ്. ദൈവരാജ്യം എന്നിൽ വരണമേ, ദൈവഹിതം എന്നിൽ നിറവേറണമേ, ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിൽ എന്ന പോലെ ഭൂമിയിലുമാകണമേ, സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ തരണമേ, നിന്റെ കടക്കാരോട് നീ ക്ഷമിക്കുന്നത് പോലെ നിന്റെ കടങ്ങളോടും കർത്താവ്, എൻ്റെ കടങ്ങളോടും ദൈവമേ അങ്ങ് ക്ഷമിക്കണമേ, എൻ്റെ കടക്കാരോട് ഞാൻ ക്ഷമിക്കുന്നത് പോലെ എൻ്റെ കടങ്ങളെയും അങ്ങ് ക്ഷമിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷം ലാസ്റ്റ് പറയുകയാണ്, ദുഷ്ടൻ്റെ എല്ലാ ഹിഡൻ അജണ്ടകളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അപ്പോൾ ഏറ്റവും വലിയ സംഭവം അതിനകത്തുണ്ട്. യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് കാണിച്ചതും ഇവർ എന്നോട് ചെയ്യുന്നത് എന്തെന്ന് അറിയായിക കൊണ്ട് അവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ക്ഷമിക്കാൻ പഠിപ്പിച്ച ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമുക്ക് ക്ഷമിക്കാൻ അറിയത്തില്ല, നമുക്ക് പൊറുക്കാൻ അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാർഗം ക്രിസ്തു മാർഗമാണ്. ജനതകളെയും രാജ്യങ്ങളെയും ചേഞ്ച് ചെയ്തതാണ് ഈ മാർഗം. ഒരു വ്യക്തികളെ അല്ല, ഒരു സമൂഹത്തിൽ, ഒരു പഞ്ചായത്തിനെ അല്ല, പ്രൈസ് ദി ലോർഡ്, ഏതെങ്കിലും ഒരു സിറ്റിയെ അല്ല, ലോകത്തെ യൂണിവേഴ്സൽ ഒരു പ്രപഞ്ചത്തെ ചേഞ്ച് ചെയ്യുന്ന ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ശാസ്ത്ര ലോകത്തെയും വൈദ്യശാസ്ത്രത്തെയും സകലത്തെയും കുറിച്ച് വ്യക്തമായിട്ട് ബൈബിളിനകത്ത് എന്ത് പറഞ്ഞു അതെല്ലാം പ്രവാചകന്മാർ പറഞ്ഞത് എണ്ണി അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അത് ലോകം മുഴുവനുള്ള ആൾക്കാർ അതിനെ, ജാതികൾ പോലും ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തായിരിക്കുന്നു, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സംഭവിക്കുന്നു എന്ന് ക്രിസ്ത്യാനികൾ അല്ലാത്തവർ പോലും പറയുമ്പോൾ, ദൈവത്തിൻ്റെ വചനവും ചുമന്നുകൊണ്ട് നടക്കുന്ന ഞാനും നിങ്ങളും അടക്കമുള്ളവർ നമ്മളൊക്കെ ഈ ബൈബിളിലെ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം ജീവനായി നമ്മുടെ അകത്ത് വ്യാപരിച്ച് യേശു ക്രിസ്തുവിനെ പോലെ ആകണമെന്ന് പാട്ട് പാടുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിനെ പോലെ ആകാനെന്നൊക്കെ നമ്മൾ പാടുന്നുവെങ്കിലും നമ്മുടെ ലൈഫിൽ അത് പ്രാവർത്തിക പദത്തിൽ വരാതെ നമ്മൾ ജഡീകന്മാരെ പോലെ ജീവിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ ദൈവവചനത്തിൽ പ്രമോദിക്കാതെ പ്രൈസലോ നമ്മൾ നശിച്ചു പോകുന്നു. വചനം പറയുകയാണ്, ഈ ദൈവത്തിന്റെ വചനത്തിൽ നീ രാപകൽ പ്രമോദിക്കുകയാണെങ്കിൽ നീ നശിച്ചു പോകാതിരിക്കും. ഹല്ലേലൂയ. പലരും നശിച്ചു പോകാൻ കാരണം, നമ്മുടെ ലൈഫിൽ ഒരു നാശം വരാൻ കാരണം നമ്മളത് ഇരന്ന് വാങ്ങുന്നതാണ്. നമ്മുടെ വേലി പൊളിയുമ്പോൾ, നമ്മുടെ ജഡീകന്മാരായി നമ്മൾ തീരുമ്പോൾ, ജഡത്തിൽ സകലത്തെയും കാണാൻ തുടങ്ങുമ്പോൾ, ജഡീകന്മാരായി പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ നാശം നമ്മളെ തേടിയെത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ അതിന് കാരണം? ഒരു നാശവും വരാതിരിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളെ, നിന്റെ അസ്ഥി ഒടിയാതിരിക്കണമെങ്കിൽ, നിന്റെ നാഭി ബലപ്പെട്ടിരിക്കണമെങ്കിൽ, നിന്റെ തലമുറ ബലപ്പെട്ടിരിക്കണമെങ്കിൽ, വചനം യോബിന്റെ പുസ്തകം 10-ാം അധ്യായം 4 പറയുകയാണ്, മാംസനേത്രങ്ങളോ നിനക്കുള്ളത്, മനുഷ്യൻ കാണുന്നത് പോലെയോ നീ കാണുന്നത്. നീ എന്റെ അകൃത്യം അന്വേഷിപ്പാനും എന്റെ പാപത്തെ മനുഷ്യൻ കാണുന്നത് പോലെയാണോ നീ കാണുന്നത്? വചനം യോബ് നിവർത്തികെട്ട ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദൈവമേ, മനുഷ്യൻ കാണുന്നത്, മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ വ്യത്യാസമാണ്. ഹല്ലേലൂയ. മനുഷ്യന്റെ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ യോബിന്റെ ഭാര്യ കണ്ടത് എത്രയും വേഗം ഈ ഒരു കഷ്ണം ചിരട്ട എടുത്ത് ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന താൻ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു.
ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് അങ്ങ് മരിക്കേ. പ്രൈസ് ദി ലോർഡ്. കൂട്ടുകാർ പറയുകയാണ് വെറുതെ ദൈവത്തെയും പിടിച്ചുകൊണ്ടിരിക്കാതെ മരിക്കുക. അവരുടെ കണ്ണിൽ അഴുകി പുഴുത്ത് ഉടനെ തന്നെ ഈ പുള്ളി ചാവും. ചത്താലും ഈ ദൈവത്തെ വിടുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യോബ് ദൈവത്തിനോട് ചോദിക്കുകയാണ്, മനുഷ്യൻ്റെ കണ്ണ് പോലെയാണോ കർത്താവേ, മനുഷ്യൻ കാണുന്നത് പോലെയാണോ അങ്ങനെ കാണുന്നത്? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് പറയും, മനുഷ്യൻ്റെ കണ്ണല്ല ദൈവത്തിൻ്റെ കണ്ണ്, മനുഷ്യൻ കാണുന്നത് പോലെ അല്ല ദൈവം കാണുന്നത്. യോബിനെ മനുഷ്യർ കണ്ടത് എല്ലാം തകർന്ന തരിഭണമായിരിക്കുന്ന മുടിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ദയ വിട്ടുപോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം രാപകൽ ധ്യാനിക്കുന്ന ഈ അഭിഷിക്തനായ യോബിൻ്റെ ലൈഫിൽ ഇതാ ഒരു വലിയൊരു അനുഗ്രഹം വരാൻ പോവുകയാണ്. 100 മടങ്ങ് തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ മടങ്ങി വരുന്നതാണ് പിന്നത്തേതിൽ നമ്മൾ കാണാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനത്തിൽ രാപകൽ ധ്യാനിക്കുന്ന പ്രമോദിക്കുന്നവൻ ആരും നശിച്ചു പോകത്തില്ല. പക്ഷേ വചനം വായിക്കുന്നവനല്ല, അത് ധ്യാനിച്ച് അത് തൻ്റെ സ്വന്തം ജീവിതത്തിൽ ആക്ടിവേറ്റ് ചെയ്യുന്നവൻ്റെ ലൈഫിലാണ് ഒരു വിടുതൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത വചനം നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 124 അതിൻ്റെ 1 മുതൽ 4 വരെ. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലാതിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യത്തെ വചനം പറയുന്നത് ദയ, ദൈവത്തിന്റെ ദയ നമ്മോട് കൂടെ ഇല്ലായിരുന്നു എങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ മുടിഞ്ഞു പോകുമായിരുന്നു. രണ്ടാമത്തെ വചനം പറയുന്നു, രാപകൽ ദൈവത്തിന്റെ വചനത്തിൽ പ്രമോദിക്കുന്നവൻ നശിക്കാതെ ഇരിക്കും. ഇന്ന് ഞാനും നീ നശിച്ചു പോകാത്തതിന്റെ കാരണം വചനം എന്ന അടിസ്ഥാനമാണ്. ഒരിക്കലും നിരീശ്വരവാദിയായ മനുഷ്യൻ ഒരു അഭിഷിക്തന്റെ ഭവനത്തിൽ പോയപ്പോൾ ഒരു വലിയ കൂട്ടം പുസ്തകങ്ങൾ അവിടെ കിടക്കുകയാണ്. ആ പുസ്തകങ്ങളുടെ മുകളിൽ ബൈബിൾ ഇരിക്കുന്നത് കണ്ട് ഹല്ലേലൂയ ഇപ്രകാരം നിരീശ്വരവാദി പറഞ്ഞു, എന്തിനാ എല്ലാ പുസ്തകങ്ങളുടെ മുകളിൽ കൊണ്ടുവരുന്നത്, അതിനുള്ള യോഗ്യതയൊന്നും ഈ പുസ്തകത്തിന് ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് മുകളിലിരിക്കും. അപ്പോൾ ഈ അഭിഷിക്തൻ പറഞ്ഞു, സകലത്തിൻ്റെ മുകളിലാ, സകല നാമത്തിനും മേലായ നാമാണ് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം. അതുകൊണ്ട് ഈ പുസ്തകം വെക്കേണ്ടയിടത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. സകല സകലത്തെക്കാളും ഉന്നതനാണ് എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. നിരീശ്വരവാദി ദേഷ്യം വന്ന ആ പുസ്തകത്തെ എടുത്ത് ഈ പുസ്തകങ്ങളുടെ നടുക്ക് സെൻട്രലിലോട്ട് കുത്തി കയറ്റി വെച്ചപ്പോൾ അപ്പോഴും അഭിഷിക്തൻ മിണ്ടാതിരുന്ന് ശാന്തമായി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, താങ്കൾ ഇപ്പോൾ ചെയ്തത് ശരിയാണ്. ഈ കാരണം സകലത്തിൻ്റെയും കേന്ദ്രം എൻ്റെ ദൈവമാണ്, യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. അത് കേട്ടപ്പോൾ വീണ്ടും ദേഷ്യപ്പെട്ട അദ്ദേഹം ഏറ്റവും അടിയിലോട്ട് ഈ പുസ്തകത്തെ തിരികെ കയറ്റിയപ്പോൾ അപ്പോഴും ആ ശാന്തനായിരുന്നു കൊണ്ട് അഭിഷിക്തൻ പറഞ്ഞു, ഇപ്പോഴും താങ്കൾ ചെയ്തത് ശരിയാണ്, കാരണം സകലത്തിൻ്റെ അടിസ്ഥാനം എൻ്റെ ദൈവമാണ്. ദൈവത്തിൻ്റെ മക്കളെ, എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും അടിസ്ഥാനവും കേന്ദ്രവും സകലതും എല്ലാം നമ്മുടെ ജീവനുള്ള ദൈവമാണ്, ഈ വചനമാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകുമായിരുന്നു. എന്നാൽ സങ്കീർത്തനം 124 പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, എൻ്റെ പക്ഷത്ത് യഹോവ ഇല്ലായിരുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, എന്നെ വിഴുങ്ങിക്കളയുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ അനവധി വിഷയങ്ങൾ വന്നു. ആ വിഷയങ്ങളൊന്നും നമ്മളെ വിഴുങ്ങാതിരിക്കുന്നതിന് കാരണം, പ്രൈസ് ദി ലോർഡ്, ഞാനും നീയും കണ്ടിട്ടും കാണാതെ നമ്മൾ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടക്കുമ്പോഴും, പ്രൈസ് ദി ലോർഡ്, നമ്മൾ അവിശ്വസ്തരായി ജീവിക്കുമ്പോഴും നമ്മെ വിട്ടുപിരിയാത്ത ഒരു ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. ഈ ലോകമല്ല നമ്മുടെ പക്ഷത്ത്, ഇവിടെയുള്ള ഗവൺമെന്റ് അല്ല നമ്മുടെ പക്ഷത്ത്, ഇവിടെയുള്ള മെമ്പർ അല്ല നമ്മുടെ പക്ഷത്ത്, കൗൺസിലർമാരല്ല നമ്മുടെ പക്ഷത്ത്, ഇവിടെയുള്ളതായ കൂട്ടുകാരല്ല നമ്മുടെ പക്ഷത്ത്, ബന്ധുക്കളല്ല നമ്മുടെ പക്ഷത്ത്. നമ്മുടെ പക്ഷത്ത് ജീവനുള്ള ദൈവമുള്ളത് കൊണ്ടത്രേ ഇന്ന് പകൽ നശിച്ചു പോകാതിരിക്കുന്നത്. പല വിഷയങ്ങളും നമ്മളെ വിഴുങ്ങാതിരിക്കുന്നതിന് കാരണം നമ്മുടെ പക്ഷത്ത് യഹോവയുണ്ട്. ഞാൻ ആരെ ഭയപ്പെടും? പ്രൈസ് ദി ലോർഡ്. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. പ്രൈസ്. ധൈര്യത്തോടെ നമുക്ക് പറയാൻ സാധിക്കുന്നത് പല സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ നടുവിൽ പല വിഷയങ്ങളും വിഴുങ്ങിക്കളയത്തക്ക രീതിയിൽ ഇപ്പോൾ സകലതും തീർന്നു പോയി, ഇനി മുന്നോട്ടൊരു അടി പോലും വെക്കാൻ സാധിക്കത്തില്ല. ഈ വ്യക്തികൾ നമ്മളെ കൊന്നുകളയും, അല്ലെങ്കിൽ ഈ പ്രശ്നം നമ്മളെ വിഴുങ്ങിക്കളയും, ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് പലപ്പോഴും ഒരു ചോദ്യചിഹ്നം പോലെ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന് നിന്നപ്പോഴും ദൂതുകളിലൂടെ, വാഗ്ദത്തങ്ങളിലൂടെ, അനേക അഭിഷിക്തന്മാർ വന്ന് പെട്ടെന്ന് പറയുന്ന ഒരു ദൂതിലൂടെ, ഒരു ദൈവവചനത്തിലൂടെ നമുക്ക് വീണ്ടും ഒരു ഉറപ്പ് ലഭിക്കുകയാണ്. ഇല്ല, ഒരു വശത്ത് 1000 പേരും മറുവശത്ത് 10,000 പേര് വന്നാലും അത് നിന്നോട് അടുക്കത്ത് വരികയില്ല. കാരണം യഹോവ നിന്റെ പക്ഷത്തുണ്ട്. നിന്റെയും എന്റെയും സഹായം എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ സഹായം ഭൂമിയിൽ നിന്നല്ല. ഹല്ലേലൂയ. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്നാണ് നമ്മുടെ സഹായം വരുന്നത്. അപ്പം ദൈവം നമ്മുടെ പക്ഷത്തുണ്ടാകണം. പലരും
പക്ഷം പിടിക്കാൻ അനേക നമ്മുടെ ഒക്കെ ഒരു മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹല്ലേലൂയ, ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ എനിക്ക് ആരെങ്കിലും വേണം. അതിനുവേണ്ടി BJP കാരനാകുന്നു, അതിനുവേണ്ടി കോൺഗ്രസ്സുകാരനാകുന്നു, അതിനുവേണ്ടി കമ്മ്യൂണിസ്റ്റുകാരനാകുന്നു, അതിനുവേണ്ടി ഏതെങ്കിലും സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നു, അതിനുവേണ്ടി അല്ല മരിച്ചു കഴിഞ്ഞാൽ 10 പേര് വരാൻ വേണ്ടി നല്ല അടക്ക ശുശ്രൂഷ കിട്ടാൻ വേണ്ടി ചർച്ചയിൽ ചെന്ന് മെമ്പർഷിപ്പ് എടുക്കുന്നു. പക്ഷേ ഇവരുടെ ഒന്നും പക്ഷത്ത് ദൈവമില്ല. ഇവർ സംഘടനകളിൽ ആശ്രയിക്കുമ്പോൾ, മനുഷ്യരിൽ ആശ്രയിക്കുമ്പോൾ, രാഷ്ട്രീയങ്ങളിൽ ആശ്രയിക്കുമ്പോൾ ഹല്ലേലൂയ, ഒരു വിഷയം വന്നാൽ എല്ലാവരും കൈവിടും. പ്രൈസ് ദി ലോർഡ്. ഡോക്ടേഴ്സ് വരെ പറയുന്ന ഒരു കാര്യം എന്താണ്? ഒരുപാട് പേര് നമ്മുടെ പക്ഷത്തുണ്ട്, പക്ഷേ ഒരു വിഷയം വന്നൊരു കൊറോണ വന്നു കഴിഞ്ഞാൽ ആരും പോയി, എല്ലാവരും ഓടും. സകല മനുഷ്യരും ജീവനും കൊണ്ട് ഓടും. അതാണ് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ. എല്ലാവരും പറയും എനിക്ക് ഇന്ന ആളുണ്ട്, ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ 100 പേര് ഇപ്പോൾ വരും, സ്പോട്ടിൽ വരും. കൊറോണയാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചു നോക്കാം, ആരെങ്കിലും വരും നോക്കാം. ഹല്ലേലൂയ. ധൈര്യമുണ്ടെങ്കിൽ വന്ന് പറഞ്ഞു നോക്കാം, എനിക്കിപ്പോൾ കൊറോണയാണ്, പോസിറ്റീവായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പാർട്ടി മെമ്പർമാരെ വിളിച്ചു നോക്കുക, രാഷ്ട്രീയ നേതാക്കന്മാരെ വിളിച്ചു നോക്കുക, മന്ത്രിയെ വിളിച്ചു നോക്കുക, ഇവിടെയുള്ള നിന്റെ ഫോണിനകത്തുള്ള സകല ഫോൺ നമ്പറും കറക്കി എല്ലാവരെയും ഒന്ന് വിളിച്ചു നോക്കുക. എന്തിനേറെ പറഞ്ഞ് നിന്റെ ഭാര്യയെ ഒന്ന് വിളിച്ചു നോക്കുക, മക്കളെ ഒന്ന് വിളിച്ചു നോക്കുക, നിന്റെ അപ്പനെയും അമ്മയെ ഒന്ന് വിളിച്ചു നോക്കുക. ഒരൊറ്റ മനുഷ്യൻ വരത്തില്ല. ആകെ വരുന്ന ഹെൽത്ത് വർക്കേഴ്സ് ചിലപ്പോൾ വന്നെന്നിരിക്കും. അവനും വരണത് ഹല്ലേലൂയ, പിന്നെ ബഹിരാകാശത്ത് പോകുന്നത് പോലെ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഭരിക്കുന്നത്. നിനക്ക് കണ്ടാൽ മനസ്സിലാവത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവർ മാത്രമേ വരുള്ളൂ. ആംബുലൻസുകാരും വരും. ഒരു വിളിയും കേൾക്കാം, നിലവിളിയും കേൾക്കാം, ആംബുലൻസും വന്ന് നിൽക്കും. നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ പേടിക്കാത്ത നീ ഭയപ്പെടും. നീ എത്ര കൊടികെട്ടിയവനാണെങ്കിലും ഞാൻ വെല്ലുവിളിക്കുകയാണ്, കൊറോണ പോസിറ്റീവാണെന്ന് പറഞ്ഞ് നീ പറഞ്ഞു നോക്കും, ഒരു മനുഷ്യൻ വരത്തില്ല. പക്ഷേ യഹോവ വരും. വെന്റിലേറ്ററിനകത്ത് നിന്നെ കൊണ്ടിടുമ്പോഴും ഡോക്ടർമാർ നേഴ്സുമാർ പോലും വരത്തില്ല. വന്ന് ഒരു ദിവസം 2 3 പ്രാവശ്യം വന്ന് എത്തി നോക്കിയിട്ട് പോയി, എപ്പോൾ തട്ടിപ്പോകുന്നു നോക്കി. പക്ഷേ നീ അവിടെ കിടന്നുകൊണ്ട് വിളിച്ചാൽ നിന്റെ പക്ഷത്തുള്ള യഹോവ വരും. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സഭയിലെ ഒരു സഹോദരി ഇപ്രകാരം പറഞ്ഞു, ഭാഷ വിളിച്ചപ്പോൾ കിട്ടിയില്ല, എനിക്ക് കൊറോണ പോസിറ്റീവായി, പനിയായി, പോസിറ്റീവായി. ഭാഷ വിളിച്ച റേഞ്ചില്ല, കിട്ടുന്നില്ല. ഇളയ ഭാഷ വിളിച്ചു, കിട്ടുന്നില്ല. ലീഡേഴ്സിനെ വിളിച്ചു, കിട്ടുന്നില്ല. ഉടനെ തന്നെ ആംബുലൻസ് വന്നു, ഹെൽത്തുകാർ വന്നു. പിന്നെ വിളിക്കാൻ പറ്റിയില്ല, മൊബൈൽ സ്വിച്ച് ഓഫ് ആയി പോയി. എന്നെ കൊണ്ട് വെന്റിലേറ്ററിലാക്കി. ഡോക്ടേഴ്സ് വന്നു, നേഴ്സുമാർ വന്നു. മെഡിക്കൽ കോളേജിനകത്താണ്. ഏതൊരു വിധത്തിലുള്ള കെയറും അതിനകത്ത് എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഞാൻ അതിനകത്ത് കടന്നുകൊണ്ട് പ്രൈസ് ദി ലോർഡ് എൻ്റെ ദൈവത്തെ വിളിയോട് വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഉള്ളിൽ വാ തുറന്ന് വിളിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ വചനം ഞാൻ ധ്യാനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ദൈവം എനിക്ക് തന്ന വാഗ്ദത്തങ്ങളെ ധ്യാനിച്ചു. എന്നോട് പരിശുദ്ധാത്മ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ലോകത്ത് സകല മനുഷ്യരെ വിളിച്ചിട്ടും എനിക്ക് കിട്ടിയില്ല. എല്ലാവരും എൻ്റെ കൂടെ, ഞാൻ പേര് പാസ്റ്ററെ വിളിച്ചിട്ടും കിട്ടിയില്ല. പക്ഷേ അദൃശ്യനായ എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുള്ള ഉണ്ടായിരുന്നത് കൊണ്ട് 20% ആയി എൻ്റെ ഓക്സിജൻ ലെവൽ കുറഞ്ഞ് 20% ആയപ്പോൾ ഡോക്ടേഴ്സും നേഴ്സുമാരും പറഞ്ഞ് മരിക്കാൻ പോവുകയാണ്. ഈ വെന്റിലേറ്ററിനകത്ത് ശ്വാസം പിടിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും എൻ്റെ ഫേസിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്, അത് എടുത്ത് മാറ്റാൻ പോവുകയാണ്, മരിക്കാൻ പോവുകയാണ്. പക്ഷേ